ഹലോ, ഗുഡ് മോർണിംഗ്. എന്തുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമുക്ക് ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് എന്ത് എനർജിയാണുള്ളത്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണുള്ളത് നോക്കാം. എന്താണ് ഇന്ന് യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഗൈഡൻസ്? ഇത് ഗൈഡൻസ് ആണ് കേട്ടോ. എപ്പോഴും പറയുന്ന ഇത് ഗൈഡൻസ് ആണ്. നിങ്ങളിത് എല്ലാവർക്കും ഒരുപോലെ റെസണേറ്റ് ആവണമെന്നില്ല. ജനറൽ റീഡിംഗ് അല്ലേ, ആരുടെ എനർജി പിക്ക് ചെയ്തിട്ട് എടുക്കുന്ന കാർഡ്സ് അല്ല, റാൻഡം ചെക്കിംഗ് ആണ്. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാം റെസണേറ്റ് ആവത്തില്ല. ഓക്കെ, പിന്നെ ഇത് നിങ്ങളെപ്പോൾ കാണുന്നു, ഏത് ദിവസം കാണുന്നു ആ ദിവസത്തെ റീഡിംഗ് ആയിട്ട് എടുക്കണം. അതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് മാത്രം ഓർക്കുക, ടൈംലെസ് ആണെന്ന് ഓർക്കുക. പിന്നെ എന്താണെന്ന് വെച്ചാൽ എല്ലാം എല്ലാവർക്കും റെസണേറ്റ് ആവത്തില്ല. പിന്നെ പോസിറ്റീവായിട്ടിരിക്കണം. നല്ല ദിവസം ഇന്നത്തെ ദിവസം നല്ല ദിവസമായിരിക്കും. ഞാൻ എല്ലാവരോടും ചിരിക്കും, ആരെ കണ്ടാലും പുഞ്ചിരിക്കും, വളരെ ഹാപ്പി ആയിരിക്കും, ഞാൻ വളരെ പോസിറ്റീവായിരിക്കും. ഞാൻ എപ്പോഴും നിങ്ങൾ പറയേണ്ട ഒരു അഫർമേഷൻ എന്താ പറയുക, ഐ ആം ഹാപ്പി, ഐ ആം പോസിറ്റീവ്, ഐ ആം ഹെൽത്തി, ഐ ആം വെൽത്തി, ഐ ആം സക്സസ്ഫുൾ. ഓക്കെ, ഈ അഫർമേഷൻസ് എപ്പോഴും ഐ ആം ഹാപ്പി, പോസിറ്റീവ്, ഹെൽത്തി, വെൽത്തി ആൻഡ് സക്സസ്ഫുൾ, ഇതെപ്പോഴും മനസ്സിൽ പറഞ്ഞുകൊണ്ടിരിക്കണം കേട്ടോ. അതുപോലെ ചിരിക്കുകയും ചെയ്യണം, എപ്പോഴും ചിരിക്കണം. ഓക്കെ, ഹാപ്പി ആയിട്ടിരിക്കണം. അപ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് വിചാരിച്ചോളൂ നമ്മൾ ഭയങ്കര ഹാപ്പിയാണെന്ന്. ഓക്കെ, അപ്പോൾ ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ഇൻസ്റ്റൻസസ് കൊണ്ടുതരും, അതിനുള്ള മെമ്മറീസും കൊണ്ടുതരും. നമ്മൾ വിഷമിച്ചിരുന്നാൽ ആ വിഷമിക്കുന്ന ഓർമ്മകൾ തന്നെയാണ് ഇവന് വിഷമിക്കാനാണ് ഇഷ്ടം എന്നാ പിടിച്ചോരിലോട് വിഷമിക്കുന്ന ഓർമ്മകളെന്ന് പറഞ്ഞാൽ അത് കൊണ്ടുവന്ന് ഇട്ടിട്ട് പോകും. ഓക്കെ, അപ്പോൾ അങ്ങനെ വേണ്ട, നമ്മൾ വിദഗ്ധമായിട്ട് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ പറ്റിക്കണം. അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കണം കേട്ടോ, എപ്പോഴും ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ അങ്ങനെ ഇന്ന ദിവസം ചെയ്യണേ. അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറയുക. ഈ വീഡിയോ കാണുമ്പോൾ എപ്പോഴും ഞാൻ നിങ്ങളോട് പറയുമല്ലോ, പോസിറ്റീവായിട്ടിരിക്കണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഞാൻ ആ പറയുന്ന സമയത്ത് മതി. താങ്ക് യു യൂണിവേഴ്സ്, എനിക്ക് തന്ന എല്ലാ സൗഭാഗ്യങ്ങൾക്കും നന്ദി. ഒരു 5 കാര്യം പറയാം. എനിക്ക് നല്ല വീട് തന്നതിന്, എനിക്ക് നല്ല ഭർത്താവിനെ അല്ലെങ്കിൽ ഭാര്യയെ തന്നതിന്, എനിക്ക് നല്ല മക്കളെ തന്നതിന്, എനിക്ക് ജോലി തന്നതിന്, എനിക്ക് നല്ല ആരോഗ്യം തന്നതിന്, അതിനൊക്കെ ബ്ലെസ്സിങ്സ് അല്ലേ ഇതൊക്കെ. എല്ലാത്തിനും ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞാൽ ഒരു 5 കാര്യത്തിനെങ്കിലും ഗ്രാറ്റിറ്റ്യൂഡ് പറയണം കേട്ടോ. അങ്ങനെ എല്ലാ ദിവസവും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കുറേ നമുക്ക് പോസിറ്റീവായിരിക്കാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ ഭയങ്കര ഇമോഷണൽ ആയിരിക്കുന്ന സമയത്ത് ഇമോഷണൽ ആയിട്ടുള്ള പാട്ട് കേൾക്കരുത്. അപ്പോൾ വീണ്ടും കൂടുതൽ ഇമോഷണൽ ഔട്ട് ബ്രേക്സ് ഉണ്ടാവും. ആ സെയിം പാറ്റേണിലുള്ള വീണ്ടും പാട്ടുകൾ വരും. നിങ്ങൾ ആ ദിവസം മുഴുവൻ ആ മൂഡ് സ്വിങ്സിലായിരിക്കും. അപ്പം ഇമോഷണലി ബ്രോക്കൺ ആണെങ്കിൽ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള പാട്ടുകൾ കേൾക്കണം. അപ്പോൾ നിങ്ങളുടെ മൂഡ് ഭയങ്കരമായിട്ട് ചേഞ്ച് ആവും കേട്ടോ. അങ്ങനെയൊക്കെ ചെയ്ത് നോക്കണം. ഓപ്പോസിറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നോക്കണം. നെഗറ്റീവ് തോട്ട്സ് വരുമ്പോൾ അതിൻ്റെ നേരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണം. അങ്ങനെ ചെയ്യുമ്പോഴാണ് നമുക്ക് കുറച്ചും കൂടെ പോസിറ്റീവ് ആൻഡ് നല്ല വൈബ്രേഷനിലിരിക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണ്, ഇന്നത്തെ ദിവസം എങ്ങനെയുണ്ട്, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം നോക്കാം. ഓക്കെ, വീണ്ടും പറയുന്നത് പോസിറ്റീവായിരിക്കണം, അതുപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞിട്ടിരിക്കണം കേട്ടോ. ഓക്കെ, നോക്കാം ഇന്നത്തെ യൂണിവേഴ്സൽ ഗൈഡൻസ്. ഫസ്റ്റ് കാർഡ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് കുതിര പതുക്കെയാണ് പോകുന്നത്, ചാടി ഓടിയൊന്നുമല്ല, മെല്ലെയാണ്. അപ്പോൾ മെല്ലെ പോകുന്ന കുതിരയാണ്. അതിനർത്ഥം ഈ കുതിരയ്ക്ക് ആവേശം ഇച്ചിരി കുറവാണ്, പതുക്കേ പോകത്തുള്ളൂ. ഇത് പെൻറ്റക്കിൾസ് ആണ്, പണമാണ്. ഓക്കെ, അപ്പോൾ പതുക്കെ പണം നമ്മളിലേക്ക് വരുന്നു എന്നാണ്. അതായത് ഈ പണം നമ്മുടെ തന്നെ പണമായിരിക്കും. കുറേ മുന്നേ നമ്മുടെ കയ്യിൽ നിന്ന് പോയതോ, അല്ലെങ്കിൽ കുറേ മുന്നേ നമ്മുടെ കയ്യിൽ നിന്ന് ആരെങ്കിലും വാങ്ങിച്ചതോ, നമുക്ക് നേരത്തെ ജോലി ചെയ്തിട്ട് കിട്ടാത്ത പണമോ എന്തോ നമ്മൾ കാത്തിരുന്ന പണമാണ്. കുറേ നാളായി നമ്മുടെ അടുത്തേക്ക് വന്നില്ലത്, വരേണ്ടതാണ്, എപ്പോഴോ വരേണ്ടതാണ്, വന്നില്ല. അപ്പോൾ ഇന്നേ ദിവസം അത് വന്നു ചേരാൻ സാധ്യതയുണ്ടെന്നാണ് കേട്ടോ. അത് പണം മാത്രമാണോ എന്ന് നിർബന്ധമില്ല. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള മോണിറ്ററി ബെനിഫിറ്റ് തരുന്ന എന്തുമാകാം. പണമാകാം, നമുക്കൊരു ജോലിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു വ്യക്തിയായിരിക്കാം. നമ്മളിന്ന് ട്രസ്റ്റൊക്കെ നഷ്ടപ്പെട്ടിട്ട് വഴക്കുണ്ടാക്കി പിരിഞ്ഞു പോയിട്ടുള്ള ആളുകളില്ലേ, അപ്പോൾ ആ ആളുകളൊക്കെ നമ്മുടെ ലൈഫിലേക്ക് ചിലപ്പോൾ പതുക്കെ തിരിച്ചു വരുന്നതാവാൻ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്. മോസ്റ്റ്ലി ഇത് പണമാണ്. പണം പതുക്കെ ഇന്ന് നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. ധാരാളം പണം വന്നു ചേരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. അതുപോലെ നമ്മൾ ഈ നഷ്ടപ്പെട്ടു പോയിട്ടുള്ള വാല്യൂബിൾ ആയിട്ടുള്ള തിങ്സ് ഇല്ലേ, നമ്മുടെ സർട്ടിഫിക്കറ്റ്സ് ആവാം, ഗോൾഡ് ഓർണമെൻറ്റ്സ് ആയിരിക്കാം, വിലപിടിപ്പുള്ള വസ്ത്രമായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഇന്ന് മിസ്സായി പോയിട്ടുള്ള നമ്മൾ വിലപിടിപ്പെന്ന് വിചാരിക്കുന്ന എന്ത് സാധനമാകാം, ചിലപ്പോൾ അതിൽ നിന്ന് തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. അതാണ് നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ് കേട്ടോ. അപ്പം അങ്ങനെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഗൈഡൻസ് ആണ് കേട്ടോ, സാധ്യതയുണ്ട്. ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറഞ്ഞാൽ ഡെത്തായി പോകുന്നല്ല. ഡെത്ത് ആൻഡ് റീബർത്ത് എന്ന് പറഞ്ഞാൽ ഒരു കാർമിക് സിറ്റുവേഷൻ ഡെത്ത് ആവുന്നു എന്നാണ് കേട്ടോ. അപ്പം നമ്മൾ ഇതുവരെ എന്താണോ ചിന്തിച്ചുകൊണ്ടിരുന്നത്, ഇതുവരെ എന്താണോ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്, അത് ഡെത്തായി പോകുന്നു എന്നാണ്. അതിനകത്ത് ഒരു
പരിവർത്തനം സംഭവിക്കുന്നു. അപ്പോൾ നമ്മൾ നെഗറ്റീവായിട്ടാണ് വന്നുകൊണ്ടിരുന്നെങ്കിൽ പെട്ടെന്ന് അത് മാറി പോസിറ്റീവ് ആകും. ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു എന്നാണ്. പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതെങ്കിൽ അതിനകത്തെ കാർമിക് സിറ്റുവേഷൻസ് എൻഡ് ആകുമ്പോൾ ചിലപ്പോൾ പോസിറ്റീവ് തന്നെ തുടരാം, ചിലപ്പോൾ നെഗറ്റീവ് വരാനും സാധ്യതയുണ്ട്. അതാണ് ഡെത്ത് ആൻഡ് റീബർത്ത്. അതായത് നമ്മൾ ഡെത്തായിപ്പോയി എന്ന് വിചാരിച്ച ചില കാര്യങ്ങൾ നമ്മുടെ ലൈഫിൽ വീണ്ടും പുതുതായിട്ട് തിരിച്ചു വരുന്നതാകാം. അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മളായിട്ട് തന്നെ വേണ്ടെന്ന് വെക്കുന്നതാണ്. നമുക്ക് ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളെ നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളത് വൃത്തിയാക്കി, നമ്മുടെ വീടെല്ലാം വൃത്തിയാക്കി നമുക്ക് ആവശ്യമില്ലാത്ത എല്ലാം എടുത്ത് പുറത്തിട്ട് കത്തിച്ച് കളയുക. അതൊരു ഡെത്താണ്. അതായത് ആ ഒരു ഈറ അവസാനിക്കുകയാണ്. അത് ചില ഓർമ്മകളൊക്കെ ആണെങ്കിൽ അതൊക്കെ തീർന്നു പോകുന്നതാണ്. അപ്പോൾ അതിന് ഡെത്ത് സംഭവിക്കുന്നതാണ്. നിങ്ങളായിട്ട് ചെയ്യുന്നതായിരിക്കും ചില കാര്യങ്ങൾ, നിങ്ങളായിട്ട് ഡെത്താക്കി കളയുന്നുണ്ടായിരിക്കാം. അതല്ലെങ്കിൽ ചിലപ്പോൾ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളെ ഡെത്താക്കി കളയുന്നതാകാനും സാധ്യതയുണ്ട്. അതാണ് ഡെത്ത് ആൻഡ് റീബർത്ത്. അപ്പോൾ റീബർത്ത് ഉണ്ട് കേട്ടോ, ഡെത്ത് മാത്രമല്ല റീബർത്ത് ഉണ്ട്. അതായത് എന്തോ ഒരു കാര്യം അവസാനിച്ചിട്ട് പുതിയൊരു കാര്യം തുടങ്ങുന്നു എന്നാണ്. അപ്പോൾ ഒരു പുതിയ തുടക്കമാണ്, നമ്മളൊരു റീബർത്ത് എടുക്കുന്നതാണ് കേട്ടോ. ഒരു ജന്മത്തിൽ തന്നെ രണ്ടാമതൊരു റീബർത്ത് എടുക്കുന്നു എന്നാണ് ഈ ഡെത്ത് ആൻഡ് റീബർത്തിൻ്റെ കാർഡ് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ദെൻ മജീഷ്യൻ്റെ കാർഡാണ്. അത് നമ്മൾ പൂജ ചെയ്യുക, ഹോമം ചെയ്യുക, നല്ല നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് നല്ല കാര്യം സംഭവിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ നിങ്ങളിന്ന് ആരാധനാലയങ്ങളിൽ പോകുന്നുണ്ടാവും, പള്ളി, അമ്പലം, മോസ്ക്, എവിടെ നിങ്ങളുടെ ആരാധനാലയം എവിടെയാണോ അവിടെ ചിലപ്പോൾ പോകുന്നുണ്ടായിരിക്കും. അതാണ് മജീഷ്യൻ്റെ എനർജി പറയുന്നത്. പിന്നെ മജീഷ്യൻ എന്ന് പറയുന്നത് ഒരുപാട് കഴിവുള്ള ഒരു വ്യക്തിയാണ്. ഈ മജീഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അയാളെ നമ്മൾ പ്രത്യക്ഷത്തിൽ നോക്കുമ്പോൾ അയാളുടെ കയ്യിലൊന്നുമില്ല, പക്ഷേ അയാൾ എന്തൊക്കെയോ മാജിക്കുകൾ കാണിക്കാറുണ്ടല്ലേ. അപ്പോൾ അതിനർത്ഥം എന്താ? അയാൾ ഇതെല്ലാം ശരീരത്തിൽ എവിടെയൊക്കെയോ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആ റിസോഴ്സുകളെല്ലാം അയാൾ എവിടെ ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. സമയമാകുമ്പോൾ തക്ക സമയത്ത് അതെടുത്ത് പുറത്ത് കാണിക്കും, നമ്മളെ കബളിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഈ മജീഷ്യൻ്റെ എനർജിയാണെന്ന്, അതായത് എല്ലാ റിസോഴ്സും കയ്യിലുള്ള എന്ത് വേണമെങ്കിലും ചെയ്ത് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരാളായിട്ടാണ് നമ്മളുള്ളത്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഒന്നാമനാണ്. ഇത് ഒന്നാമത്തെ കാർഡാണ്. മേജർ അർക്കാനയിലെ 1-ാം നമ്പർ കാർഡാണ് ഈ മജീഷ്യൻ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് എന്തെങ്കിലും മത്സരങ്ങളിൽ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ സമ്മാനം കിട്ടും. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുകയാണെങ്കിൽ നമ്മളായിരിക്കും അതിൻ്റെ സെൻറ്റർ ഓഫ് അട്രാക്ഷൻ. അപ്പോൾ ഒന്നാമത്തെ എനർജി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളായിരിക്കും. പിന്നെ എന്തെന്ന് പറഞ്ഞാൽ ചില മനുഷ്യർ ഈ പോസിറ്റീവും നെഗറ്റീവുമായിട്ട് ഇങ്ങനെ നമുക്കെതിരെ ചെയ്യാറുണ്ട്. അതായത് ഈ ബ്ലാക്ക് മാജിക് പോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നതാണെങ്കിൽ നെഗറ്റീവ് എനർജിയാണ്. ഇത് നമുക്ക് നാശം വരാൻ വേണ്ടിയിട്ട് അമ്പലത്തിൽ പോയിട്ട് നമുക്കെതിരെ ചെയ്യുന്ന പ്രവൃത്തികളുമുണ്ട്. അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവരുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങളുടെ ഫലം ചിലപ്പോൾ ഇന്ന് അനുഭവിക്കുന്ന പോലെയും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ തലവേദന ഉണ്ടാവുകയെ, ഛർദ്ദിക്കാൻ വരികയെ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ടോ, തലകറങ്ങുന്ന പോലെ തോന്നി അങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു ആരുടെയും ഭാഗത്തുനിന്ന് നിങ്ങൾക്കെതിരെയുള്ളൊരു പ്രവർത്തനം നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ വിലയിരുത്തണം കേട്ടോ. അതാണ് മജീഷ്യൻ കേട്ടോ. അപ്പോൾ ഒരു മാജിക് കാണിക്കുന്ന ഒരാളുടെ അത്രയും വൈഭവമുള്ള ദിവസമാണ് ഇന്ന്. എന്ത് ചെയ്താലും ഒന്നാമനാണ് എന്നൊക്കെയാണ് മജീഷ്യൻ്റെ എനർജി പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാലേ, മറ്റുള്ള ആളുകൾ നമ്മളോട് പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങളെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് അവരുടെ സൈഡിലേക്ക് ആക്കാനായിട്ട് ശ്രമം മറ്റുള്ളവർ നടത്താൻ സാധ്യതയുണ്ട്. അതിൽ നമ്മൾ വീണ് പോകാൻ പാടില്ല. എല്ലാവരും പറയുന്നത് കേട്ടാൽ മതി, വിശ്വസിക്കേണ്ട ഇന്ന ദിവസം. ഓക്കെ, നിങ്ങളും അത് തന്നെയാണ് കേട്ടോ. നിങ്ങൾ ഒരുതരം പച്ചക്കള്ളം പറഞ്ഞ് മറ്റുള്ളവരെ വീഴിക്കുന്നൊരു സ്വഭാവമായിരിക്കും. നമ്മൾ അങ്ങോട്ട് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങോട്ടും ചെയ്യപ്പെടാൻ സാധ്യതയുണ്ട്. അതായത് ഒരാളെ കൊല്ലാൻ ഇറങ്ങി പുറപ്പെടുമ്പോൾ കൊല്ലപ്പെടാനും സാധ്യതയുണ്ടെന്ന് പറയത്തില്ലേ, സെയിം. അപ്പോൾ നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യാൻ പോകുമ്പോൾ നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യാനും നമ്മൾ മാനിപ്പുലേറ്റ് ചെയ്യപ്പെടാനും സാധ്യതയുണ്ട്. ദെൻ 3 ഓഫ് സോർഡ്സ് ആണ്. നമ്മൾ എന്തോ ഒരു കാര്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടെന്ന്, എന്തോ ഒരു കാര്യം സംഭവിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യും, പക്ഷെ ഇന്നത് സംഭവിക്കത്തില്ല. അപ്പോൾ നമുക്കൊരു ഭയങ്കര വിഷമം വരും. പക്ഷെ എന്നാലും അത് സംഭവിച്ചില്ലല്ലോ എന്ന് നമ്മൾ ഓർക്കും. അല്ലെങ്കിൽ നമ്മൾ ചില കാര്യങ്ങൾ നമുക്ക് അനുകൂലമായി നടക്കുമെന്ന് വിചാരിക്കും, അത് അനുകൂലമായി നടക്കില്ല. അല്ലെങ്കിൽ നമ്മുടെ കണ്ണിന് മുന്നിൽ നമ്മൾ കാണാൻ ഇഷ്ടപ്പെടാത്ത, കേൾക്കാൻ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ സംഭവിക്കുക. അപ്പോൾ നമ്മൾ ഹാർട്ട് ബ്രോക്കൺ ആവത്തില്ലേ, അതുപോലുള്ളൊരു എനർജിയാണ് 3 ഓഫ് സോർഡ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ചില അപ്രിയ സത്യങ്ങൾ കേട്ടിട്ട് നമ്മൾ ഹാർട്ട് ബ്രോക്കൺ ആവുന്നതും ആകാനും സാധ്യതയുണ്ട്. ചിലർ പറയുന്ന ചില കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ ഹൃദയം വേദനിക്കുന്നതാവാനും സാധ്യതയുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 3 ഓഫ് സോർഡ് എന്ന് പറയുന്നത് ഒരു കാർമിക്കായിട്ടുള്ളൊരു സിറ്റുവേഷനാണത്. പേടിക്കേണ്ട, അത് നമ്മുടെ ലൈഫിൽ വന്നു പോകേണ്ട ഒരു അവസ്ഥയാണത്. വന്നോട്ടെ, അത് അതിൻ്റെ വഴിക്ക് പൊക്കോളും. നമ്മളത് ഓർത്ത് വിഷമിക്കുകയും പിന്നെ അതിനെ ഓർത്ത് വേദനിക്കുകയൊന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. ചിലപ്പോൾ ഇന്ന് അങ്ങനെ ഒരു ചെറിയ അവസ്ഥ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളതിനെ അങ്ങ് അക്സെപ്റ്റ് ചെയ്യുക. ഇത് ഞാൻ ചെയ്തൊരു തെറ്റിൻ്റെ ഫലമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക. കാരണം കാർമിക്കാണ്.
ഇത് നമ്മൾ അനുഭവിക്കേണ്ടതാണ്. അപ്പോൾ ഞാൻ എപ്പോഴോ ചെയ്തൊരു തെറ്റിൻ്റെ ഫലമാണെന്ന് അക്സെപ്റ്റ് ചെയ്യുക, അതിനെ ആ രീതിയിൽ ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഹാർട്ട് ബ്രോക്കൺ ആവുന്ന എന്തോ ഒരു കാര്യം ഇന്ന് സംഭവിക്കും എന്നാണ് ഈ 3 hours പറയുന്നത്. മേ ബി അങ്ങനെ ആയിരിക്കാം. അല്ലെങ്കിൽ പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുള്ള ഈ ഹൃദയം തകർന്നതുപോലെ നിങ്ങൾ നിൽക്കേണ്ട ഒരു സാഹചര്യം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടായിരുന്നു എങ്കിൽ ഇന്ന് അതിനെക്കുറിച്ച് നിങ്ങൾ ഓർക്കുന്നതും അതിനെക്കുറിച്ച് ഓർത്ത് വീണ്ടും വേദനിക്കുന്നതും ആകാൻ സാധ്യതയുണ്ട് കേട്ടോ. അതാണ് കിങ് ഓഫ് കപ്സ് ആണ്. ഇത് 2 ആളുകൾ, പരസ്പരം സ്നേഹിക്കുന്ന 2 ആളുകൾ, പക്ഷെ 2 പേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 2 പേരും ഈ സ്നേഹപ്രകടനത്തിന് തയ്യാറല്ല. വീട്ടിലെ ഹസ്ബൻഡ് ആൻഡ് വൈഫൊക്കെ ആയിരിക്കും. 2 പേർക്കും പരസ്പരം ഇഷ്ടമൊക്കെയാണ്, ഭയങ്കര സ്നേഹമൊക്കെയാണ്. പക്ഷേ ഈഗോ അങ്ങോട്ടും ഇങ്ങോട്ടും വർക്ക് ചെയ്യുന്നത് കൊണ്ട് 2 പേരും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. 2 പേരും പരസ്പരം സ്നേഹം ഉണ്ടെങ്കിൽ അത് പ്രകടിപ്പിക്കാത്തൊരവസ്ഥയാണ് ഈ കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്നേഹം ഉണ്ടെങ്കിലും ആരോടും അത് പ്രകടിപ്പിക്കാതിരിക്കുന്ന ഒരു എനർജിയാണ് കിങ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവരോടും വളരെ സ്നേഹമായിരിക്കും, പക്ഷേ നിങ്ങൾ ഇന്നത്തെ ദിവസം അത് പ്രകടിപ്പിക്കാൻ സാധ്യതയില്ല. ഒരുപാട് പ്രശ്നങ്ങളിലായിരിക്കും നിങ്ങൾ ഇരിക്കുന്നത്. നിങ്ങൾ കുറച്ച് മാനസിക സംഘർഷമൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, അതിലാണ് ഇരിക്കുന്നത്. എങ്കിലും നിങ്ങൾക്ക് എല്ലാവരോടും വളരെ സ്നേഹവും കരുതലും ഒക്കെയാണ്. അവിടെ നിങ്ങൾക്ക് ഇമോഷണൽ സ്റ്റെബിലിറ്റി ഉണ്ടാവണം. നിങ്ങൾ ആ ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരണം. അവിടെ നിങ്ങൾ എല്ലാവരോടും സ്നേഹം പ്രകടിപ്പിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ദെൻ 5 ഓഫ് പെൻറ്റക്കിൾസ് ആണ്. ഇത് ഒന്ന് പൈസ നഷ്ടം വരാൻ സാധ്യതയുണ്ട്, ഫിനാൻഷ്യൽ ലോസ് വരാൻ സാധ്യതയുണ്ട്. ഒന്നതാണ്, എന്തെങ്കിലും പർച്ചേസിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ആവശ്യമില്ലാത്ത സാധനങ്ങൾ പർച്ചേസ് ചെയ്ത് പണം നഷ്ടപ്പെടുത്തുന്നതാവാം, അല്ലെങ്കിൽ പണമായിട്ട് തന്നെ കയ്യിൽ നിന്ന് നമ്മുടെ നഷ്ടപ്പെട്ടു പോകുന്നതാകാം, അല്ലെങ്കിൽ വാല്യുബിൾ ആയിട്ടുള്ള സാധനങ്ങൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതാവാം. വെറുതെ ഒരു നിപ്പിൽ വെറുതെ ഇരുന്ന് വീണിട്ട് ഹോസ്പിറ്റലിൽ പോയിട്ട് വെറുതെ പൈസ പോകുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു പർച്ചേസിങ്ങിന് പോയിട്ട് അവിടെ ഒരു അമളി പറ്റുന്നതാവാം. അങ്ങനെ ഒരു ഫിനാൻഷ്യൽ ലോസ് ആണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. ഇത് മാത്രമല്ല, ഇന്ന് മറ്റു ചിലരെ നിങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പക്ഷേ എനിക്കില്ലല്ലോ ആ ഇല്ലല്ലോ എന്നുള്ള ഫീലിംഗ് ഉണ്ടല്ലോ, പുവർ മണി മൈൻഡ് സെറ്റ്, എനിക്ക് പണം ഇല്ലല്ലോ എന്ന ചിന്തയില്ലേ, ആ ചിന്ത മനസ്സിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമ്മൾ മറ്റുള്ളവരെ കമ്പയർ ചെയ്യേണ്ട. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ഐ ആം പോസിറ്റീവ്, ഐ ആം ഹാപ്പി, ഐ ആം ഹെൽത്തി, ഐ ആം വെൽതി ആൻഡ് ഐ ആം സക്സസ്ഫുൾ. ഇത് പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പോൾ നിങ്ങളിലേക്ക് ആ ഒരു പോസിറ്റീവ് എനർജി വന്നോളൂ. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഫിനാൻസിനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങളെ തേടി വരും. ഓക്കെ, അല്ലാതെ എൻ്റെ കയ്യിലില്ല, എനിക്കത് വാങ്ങിക്കാനില്ല, നിനക്കുണ്ടല്ലോ എനിക്കില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ പുവർ മണി മൈൻഡ് സെറ്റ് ഇന്ന ദിവസം പാടില്ല. പിന്നെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകൾ, കാലിനും തലയ്ക്കും ഷോൾഡറിനും കൈക്കുമൊക്കെ വേദന അല്ലെങ്കിൽ അങ്ങനെയുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. അത് പെയിനാണ് കേട്ടോ. ഇതൊക്കെ ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കുക. അങ്ങനെയൊക്കെ ഉണ്ടാവാൻ എല്ലാവർക്കും ഉണ്ടാവണമെന്നല്ല, ചിലപ്പോൾ ചിലർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുപോലെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും, നമ്മുടെ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു പെയിൻ ഉണ്ടല്ലോ, നമുക്കൊരു മാനസികമായിട്ട് സമ്മർദ്ദം ഉണ്ടല്ലോ, അത്തരത്തിലുള്ളൊരു മാനസികമായിട്ടുള്ളൊരു സമ്മർദ്ദവും ഉണ്ട്. ഓക്കെ, അതൊക്കെയാണ് 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ ചില ആളുകളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ചില ആളുകൾ ഇറങ്ങിപ്പോകുന്നതാണ്. അത് ഈ ഡെത്ത് കാർഡും വന്നില്ല. അതായത് ചില റിലേഷൻഷിപ്പുകളായിരിക്കും ഡെത്തായി പോകുന്നു എന്നുള്ളതാണ്. ചില ആളുകളുടെ റിലേഷൻഷിപ്പിൽ നിന്ന് ചില ആളുകൾ ഇറങ്ങിപ്പോകുന്നതാവാം, അല്ലെങ്കിൽ ചിലരെ നിങ്ങളായിട്ട് തന്നെ ഒഴിവാക്കുന്നതാവാൻ സാധ്യതയുണ്ട്. ഇത് റിലേഷൻഷിപ്പിൽ നിന്ന് ഇറങ്ങിപ്പോവുക, ഡിവോഴ്സ് ആവുക, അങ്ങനെയൊക്കെയുള്ളൊരു എനർജിയാണ് ഈ 5 ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുന്നത്. നിൽക്കുന്നിടത്ത് നിന്ന് ദൂരോട്ട് വേറെ എവിടെയെങ്കിലും പോവുക എന്നുള്ളതാണ്. നെക്സ്റ്റ് ഏസ് ഓഫ് കപ്സ് ആണ്. ഇത് ഒന്നുകിൽ നിങ്ങളോട് സ്നേഹമായിരുന്നിട്ട് പിന്മാറിപ്പോയ അല്ലെങ്കിൽ മാറിപ്പോയിട്ടുള്ള ആളുകൾ ഇന്നേ ദിവസം ചിലപ്പോൾ നിങ്ങളോട് കുറച്ച് സ്നേഹം കാണിക്കുന്നതാവാം, അവരോട് നിങ്ങൾക്കും സ്നേഹം തോന്നുന്നതാകാൻ സാധ്യതയുണ്ട്. പുതിയൊരു ഇമോഷണൽ ആയിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റ് അവരോട് തോന്നുന്നതാകാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഇതൊരു പുതിയ ലവ് ആണ്, ഒരു ന്യൂ ലവ്, ഒരു പുതിയ പ്രണയം നിങ്ങളിലേക്ക് വരുന്നതാകാൻ സാധ്യതയുണ്ട്. ഇത് അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ ഓഫർ, ഒരു ജോബ് ഓഫറോ എന്തെങ്കിലും ഒരു സർപ്രൈസോ ഒരു ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും വന്നു കിട്ടാനും സാധ്യതയുണ്ട്. അതാണ് ഏസ് ഓഫ് കപ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ സ്പിരിച്വലി കുറച്ചൊരു ഗ്രോത്തിലേക്ക് വരുന്നതാണെന്ന് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നതാവാനും സാധ്യതയുണ്ട്. സൺ കാർഡാണ്. വളരെ പോസിറ്റീവായിട്ടിരിക്കാൻ പറ്റും, വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് കേൾക്കാൻ നിങ്ങൾ കാത്തിരുന്ന സന്ദേശങ്ങൾ കേൾക്കാൻ പറ്റും. വിളംബരം പോലെയോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾ ആഗ്രഹിച്ച് കേൾക്കാൻ ഇങ്ങനെ കൊതിച്ചിരുന്ന കാര്യങ്ങളില്ലേ, അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കാര്യം, നല്ലൊരു കാര്യം നിങ്ങൾക്ക് ഇന്ന് കേൾക്കാൻ കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് സൺ കാർഡ്. അതുപോലെ ഇന്ന് നിങ്ങൾ ഡിവൈനുമായിട്ട് വളരെ ക്ലോസ് കണക്റ്റിലായിരിക്കും. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഇൻഡ്യൂഷൻ വർക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് കൃത്യമായിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചൊരു കൃത്യമായ ഇൻഡ്യൂഷൻ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. 9 ഓഫ് കപ്സ് ആണ്. നിങ്ങൾ ഹാപ്പി ആയിട്ട് സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ചെയ്യാനുള്ള പ്രവൃത്തികളൊക്കെ ചെയ്തിട്ട്
ഹാപ്പി ആയിട്ട് റെസ്റ്റ് എടുത്തോളാനാണ് പറയുന്നത്. പിന്നെ കുറച്ച് പേരോട് റെസ്റ്റ് എടുക്കാൻ പറയും. ചിലർക്ക് കുറച്ച് മടിയുണ്ട്. ചിലർ മടി പിടിച്ചിങ്ങനെ ഇപ്പോഴാട്ടെ, കുറച്ച് കഴിഞ്ഞാട്ടെ, നാളെ ആട്ടെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ കാര്യങ്ങളെ മാറ്റി മാറ്റി വെക്കുന്ന എനർജിയാണ്. അതായത് മടി പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട്, മടി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ടവറാണ്. ചിലപ്പോൾ ഒരു സഡൻ മാറ്റം, പെട്ടെന്ന് ഉണ്ടായിരുന്ന സാഹചര്യം പെട്ടെന്നൊരു ഉൾട്ടാടിക്കുക എന്ന് പറയത്തില്ലേ, അതായത് എന്ത് സാഹചര്യത്തിൽ കൂടെ ആണോ പോകുന്നത് പെട്ടെന്ന് അതിലൊരു മാറ്റം വരിക എന്നുള്ളതാണ്. അതാണ് ഈ ടവർ കാർഡ് പറയുന്നത്. അതുപോലെ വീഴാതെ നോക്കുക. അതുപോലെ ഈ ടവർ എന്ന് പറയുന്നത് ഒരു കാർമിക് കാർഡാണ് കേട്ടോ. പെട്ടെന്ന് മാറ്റം സംഭവിക്കുകയാണ്, പെട്ടെന്ന് തിരിച്ചടികൾ ഉണ്ടാവുക എന്നൊക്കെയാണ്, പെട്ടെന്നുണ്ടാകുന്ന തിരിച്ചടിയാണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുന്നതൊക്കെയാണ് ഈ ടവർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അത് സൂക്ഷിക്കണം, ഈ വീഴാതെയൊക്കെ സൂക്ഷിക്കണം കേട്ടോ. അതാണ് ടവർ കാർഡ് പറയുന്നത്. പൊട്ടം വന്നിരിക്കുന്ന കിങ് ഓഫ് സ്വോർഡ്സ് ആണ്. ചിലരുമായിട്ടൊക്കെ ഗുസ്തിക്ക് പോകേണ്ടി വരും ഇന്ന്. ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഇടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ചുമ്മാ പറഞ്ഞാണ്. അതുപോലെ നിങ്ങളുടെ ഹയർ അതോറിറ്റി ആയിട്ടുള്ള ആളുകളില്ലേ, ആ ആളുകൾ ചിലപ്പോൾ നിങ്ങളോട് കുറച്ചൊന്ന് റൂഡായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ അവരവരുടെ അതോറിറ്റി കാണിക്കാനോ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ ഈഗോ ഹേർട്ടാവാൻ നിൽക്കരുത്. നമ്മൾ അതിനെ അങ്ങ് അവർ പഠിച്ചതായതുകൊണ്ട് അവരത് കാണിക്കുന്നു എന്നുള്ള രീതിയിൽ അങ്ങ് വിട്ട് കളഞ്ഞാൽ മതി. അപ്പോൾ വഴക്കാളി സ്വഭാവം നിങ്ങൾക്കും ഉണ്ടെന്ന്, അപ്പോൾ അതിൽ അറ്റം പിടിച്ചിട്ട് വഴക്കുണ്ടാക്കാനായിട്ട് പോകേണ്ട ആവശ്യമില്ല. അതുപോലെ വളരെ ക്ലാരിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. എല്ലാവരോടും നല്ല ഓപ്പണായിട്ട് സംസാരിക്കണം. കമ്മ്യൂണിക്കേഷൻ വളരെ പക്ക ക്ലിയർ ആയിരിക്കണം. ഒരു പകുതി അറിവും വെച്ചിട്ട് ആരോടും ഗുസ്തിക്ക് പോകരുത്. വഴക്കുണ്ടാവാൻ സാധ്യതയുണ്ട്. കിങ് ഓഫ് സോഡാണ് കേട്ടോ. സോഡ് വഴക്കിൻ്റെയും കൂടെ എനർജിയാണ്. അപ്പോൾ കിങ് ഓഫ് സോഡ് എന്ന് പറയുമ്പോൾ അറിയാലോ, അതൊരു തരം വഴക്കാളി സ്വഭാവമാണ്. അപ്പോൾ അതിന് പോവണ്ട. പിന്നെ ക്ലാരിറ്റിയോടുകൂടി സംസാരിക്കണം. പക്ഷം ചേരരുത്. വഴക്കിന് മധ്യക്ഷം പിടിക്കാൻ പോയിട്ട് ഇടയ്ക്ക് വെച്ച് ആൾക്കാർ ഞെക്കും. അതുകൊണ്ട് അതിൽ നിന്നൊക്കെ മാറി നിൽക്കണം. ഓക്കെ, ഇതാണ് മൊത്തത്തിലുള്ള ഒരു എനർജി എന്ന് പറയുന്നത് കേട്ടോ. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ് നോക്കാം. എന്താണ് ഏഞ്ചൽസ് തരുന്ന ഗൈഡൻസ്? പോസിറ്റീവ് ആയിട്ടിരിക്കണേ. ഏഞ്ചൽസിനോട് ചോദിക്കേ, എന്താണ് ഏഞ്ചൽസേ എനിക്കുള്ള ഗൈഡൻസ് എന്ന് ചോദിക്കൂ. ഓക്കെ, നോക്കാം എന്താണ് ഇന്നത്തെ ദിവസം ഏഞ്ചൽസ് നമുക്ക് തരുന്ന ഗൈഡൻസ്. ടേക്ക് ആക്ഷനാണ്. അപ്പോൾ ആക്ഷൻ എടുക്കാനാണ്. നിങ്ങൾ ആക്ഷൻ എടുത്താൽ ഇന്ന് വേർത്താണ്. ഇന്നത്തെ ആക്ഷൻ, ഒറ്റ ദിവസത്തെ ആക്ഷൻ കൊണ്ട് നിങ്ങൾക്ക് ചിലപ്പോൾ വലിയ വലിയ ഹിമഗിരി ശൃംഗങ്ങളൊക്കെ കീഴടക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ട് ആക്ഷൻ എടുക്കാനാണ് പറയുന്നത് കേട്ടോ. വെറുതെ മടി പിടിച്ചിരിക്കില്ല. ഇവിടെ മടിയുടെ എനർജി ഉണ്ട്, മടി പിടിച്ചിരിക്കില്ല എന്നാണേ. ദെൻ ഇമ്പ്രൂവിങ് ഹെൽത്താണ്. അപ്പോൾ ഹെൽത്ത് വളരെ ശ്രദ്ധിക്കണം. വെയിലത്തൊന്നും പോയേക്കരുത്. വെള്ളം നന്നായിട്ട് കുടിക്കണം. നിങ്ങൾ മറ്റുള്ള ആളുകൾ നിങ്ങളോട് ചെയ്തിട്ടുള്ള തെറ്റുകളുടെ അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ ഫലമായിട്ട് നിങ്ങളുടെ ശരീരത്തെ ശിക്ഷിക്കാൻ പാടില്ല. നിങ്ങൾ നന്നായിട്ട് ഫുഡ് കഴിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം, കൃത്യസമയത്ത് ഉറങ്ങുകയും ചെയ്യണം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഹെൽത്ത് ഇമ്പ്രൂവ് ആക്കാനാണ് പറയുന്നത്. ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നുണ്ടെന്നാണ്. ആർക്കൊക്കെ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെൽത്ത് ഇമ്പ്രൂവ് ആകുന്നുണ്ടെന്നാണേ. ദെൻ നോ നീഡ് ടു വറിയാണ്. എല്ലാത്തിനും ഒരു കാരണമുണ്ട്, എല്ലാത്തിനും ഒരു പരിഹാരമുണ്ട്. അപ്പോൾ നിങ്ങളൊന്നും പേടിക്കണ്ട. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ സംരക്ഷണത്തിൽ തന്നെയാണുള്ളത്. നിങ്ങളൊന്നും പേടിക്കണ്ട. ധൈര്യമായിട്ട് മുന്നോട്ട് പോകാനാണ് ഏഞ്ചൽസ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, ഇവിടെ ഒരു കോംപ്രമൈസിൻ്റെ കാർഡാണ് ബോട്ടം വന്നിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങളൊരു കോംപ്രമൈസിലേക്ക് വരുവാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇഷ്യൂസ് ആയിരിക്കാം, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഇഷ്യൂസ് ആയിരിക്കും. അതൊക്കെ ഒരു ബാലൻസിലേക്ക് വരാനായിട്ട് ഇന്ന ദിവസം പറ്റും. ഓക്കെ, എന്തുകൊണ്ട് നോക്കിയേക്കാം. എന്താണ് റിലേഷൻഷിപ്പിലുള്ള ആളുകൾക്കുള്ള ഗൈഡൻസ് നോക്കാം. എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? എന്താണ് ലവേഴ്സിനുള്ള ഗൈഡൻസ്? ഫസ്റ്റ് വർത്ത് വെയിറ്റിംഗ് ഫോർ ആണ്. നിങ്ങൾ വെയിറ്റ് ചെയ്തതിന് കാര്യമുണ്ട്. ഡിവൈൻ ടൈമിങ് ഈസ് ഒരു വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ അകത്ത് യൂണിവേഴ്സിൻ്റെ കൈ കടത്തലുണ്ടായിരിക്കുന്നു. യൂണിവേഴ്സ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളുടെ ഡിവൈൻ ടൈമിങ് വർക്കിങ്ങിലാണ്. അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു എന്നാണ് വർത്ത് വെയിറ്റിംഗ് ഫോർ. നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ. രണ്ടുപേർക്കും ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടാവും. രണ്ടുപേരും പരസ്പരം ഓപ്പണപ്പായിട്ട് പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയാനുള്ളത് പറയുക. റിവീൽ യുവർ ഇന്നർ മോസ്റ്റ് സെൽസ് ടു ഈച്ച് അതർ. യുവർ ബോണ്ട് ഡീപ്പൻസ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും പറയാനുള്ളത് ഇന്നർ മോസ്റ്റ് ഡെപ്തിൽ നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കിടപ്പില്ലേ, പരസ്പരം പറയാതെ. ഇതായിരിക്കും ഉള്ളിൽ കിടക്കുന്നത്, പക്ഷേ പുറത്ത് വരുന്ന വേറെ പലതുമായിരിക്കും. അങ്ങനെ ആയിരിക്കും വഴക്കുകൾ ഉണ്ടായിട്ടുള്ളത്. അപ്പം ശരിക്കുള്ള കാരണം ഉള്ളിൽ കിടക്കുന്നതേ ഉള്ളത്, പുറത്ത് വന്നിട്ടുണ്ടാവത്തില്ല. അപ്പോൾ അത് കൃത്യമായിട്ട് കൺവേഴ്സ് ചെയ്യുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. അതിലൊരു പരിഹാരം ഉണ്ടാക്കാനാണ് പറയുന്നത് കേട്ടോ. നല്ല ബന്ധങ്ങൾ ഊഷ്മളമാകട്ടെ എന്നാണ് പറയുന്നത്.
അൺറിക്വൈറ്റഡ് ലവ് ആണ്. ദർ ഇസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ്. അത് ചില മനുഷ്യർക്ക്, ചില ആളുകളെ സംബന്ധിച്ച് ഇത് ആവശ്യമില്ല എന്ന് നിങ്ങൾക്ക് ഇന്ന ദിവസം തോന്നാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിന് അത്ര മാഗ്നറ്റിക് അട്രാക്ഷനൊന്നുമില്ല, ഒരു കെമിസ്ട്രിയും ഞങ്ങളുടെ ഇടയിൽ വർക്ക് ചെയ്യുന്നില്ല എന്നൊക്കെ നിങ്ങൾക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് തൊട്ട് മുമ്പ് കാർഡ് വർത്ത് വെയിറ്റിംഗ് ഫോർ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത് തോന്നുമെങ്കിലും നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കൂ എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ ഒരു റീഡിങ്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് കമൻറ്റ് ചെയ്യണം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്താൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.